إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ള സഹോദരന്മാരെ, പരിശുദ്ധ റമളാനിൽ അള്ളാഹുവിൻ്റെ ദീന് കേൾക്കുന്നതിന് വേണ്ടി, പറയുന്നതിന് വേണ്ടി നമ്മളവൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു ഒത്തുകൂടൽ സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. റമളാനിൻ്റെ ചില ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ഒരു ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നത് നമ്മുടെ മനസ്സ് ഒന്ന് കഴുകിക്കളയാൻ വേണ്ടിയാണ്. നമ്മുടെ വസ്ത്രത്തിൽ ചളിയുണ്ടെങ്കിൽ ആ ചളി ദിനേന ഒന്നോടെ നമ്മൾ കഴുകിക്കളയണം. ശരീരത്തിൽ ചളിയുണ്ടെങ്കിൽ അതും കഴുകിക്കളയണം. പക്ഷെ മനസ്സിൽ ചളി എങ്ങനെ കഴുകുക? ആ മനസ്സിലെ ചളി എന്ന് പറഞ്ഞാൽ, അതിലഴുക്ക് എന്ന് പറഞ്ഞാൽ അസൂയ, അഹങ്കാരം, വിദ്വേഷം, വെറുപ്പ്, ഇങ്ങനെയുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മുടെ മനസ്സിലാണ് അടിയുക. ആ മനസ്സ് നമ്മൾ ദിനേന എന്നോളം കഴുകി വൃത്തിയാക്കണം. അപ്പോൾ പരിശുദ്ധ റമളാനിൽ കൂടുതലായിക്കൊണ്ട് സമയം ലഭിക്കും എന്നതുകൊണ്ട്, വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് എന്നതുകൊണ്ടും നമ്മൾ ഇങ്ങനെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നു, പറയുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. അത് നൈരന്തര്യമായിട്ട് നമ്മൾ തുടരണം. അത് കേൾപ്പിക്കാൻ ആളില്ലെങ്കിലും നമ്മൾ നമ്മളെ സ്വയം കേൾപ്പിക്കണം. ഓരോ വൈകുന്നേരത്തും നമ്മൾ നമ്മുടെ കിടപ്പറയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും നിലക്കുള്ള തിന്മകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ആ തിന്മകളൊക്കെ അന്നത്തെ രാത്രിയോടുകൂടി അള്ളാന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു പടങ്ങി കഴുകിക്കളയാൻ. ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് അവരെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് നേർക്കുനേരെ വിളിച്ചു പറയണം. അതൊക്കെ അപ്പപ്പോ തീർക്കേണ്ട സംഗതികളാണ്. വിളിച്ചു പറഞ്ഞിട്ട് എന്നോട് ക്ഷമിക്കണം കേട്ടോ, എന്നോട് പൊറുക്കണം കേട്ടോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളത് കിടക്കാൻ പാടുള്ളൂ. ഇത് നമ്മുടെ ദിനചര്യയായിട്ട് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ ലോകത്തിന് വിട പറയാൻ ഉള്ള സമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വന്നിട്ട് നമ്മുടെ റൂഹിനെ പിടിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. മലക്കുകൾ പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, ദുഃഖിക്കേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്കിനി പോകാനുള്ള ഇടത്തെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ദുനിയാവിലെ നിങ്ങൾ വിട്ടേച്ചു പോകുന്ന വിഷയത്തിലോ ഒരു ഭയപ്പാട്, ദുഃഖവും നിങ്ങൾക്ക് വേണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. ആ സന്തോഷത്തോടെ ഈ ലോകത്തുനിന്ന് വിട പറയാൻ സാധിക്കും.
അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഭാഗ്യവാന്മാരെ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയാൻ പോകുന്നത്. ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ വിഷയമാണ്. ആ വിഷയത്തിൻ്റെ ചില ഭാഗങ്ങളെ മാത്രം സ്പർശിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആ സംസാരം കൃത്യമായിട്ട് നമ്മൾ കേൾക്കുകയും അത് പ്രാവർത്തികമാക്കേണ്ട ഇടങ്ങളിൽ നമ്മളത് കൃത്യമായി പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നതാണ്. കേൾവിക്ക് പകരം പ്രവർത്തിക്കലാണ്. ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നവരാണ്. ഇപ്പം നമ്മൾ വാട്സപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഗ്രൂപ്പുകൾ കാണും. ആ ഗ്രൂപ്പുകളൊക്കെ എന്താ നമ്മൾ അറിയിക്കുന്നത്? ആ ഗ്രൂപ്പിലുള്ള എല്ലാ മനുഷ്യരും നമ്മളുമായിട്ട് ബന്ധമുള്ളവരാണ്. ആ ഒരു ബന്ധം നമ്മൾ കൃത്യമായി കാത്തു സൂക്ഷിക്കണം. അത് പല നിലക്കുള്ള ബന്ധങ്ങൾ ഉണ്ടാകാം. രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാവാം, മതപരമായ ബന്ധങ്ങൾ ഉണ്ടാവാം, മുമ്പ് പഠിച്ചുപോയ കുട്ടികളുമായിട്ടുള്ള ബന്ധമാവാം, കുടുംബ ബന്ധങ്ങളാവും, ഒരുപാട് നിലക്കുള്ള ബന്ധങ്ങൾ ഉണ്ടാകും. അതൊക്കെ കൃത്യമായി നമ്മൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകണം. അതിലൂടെ നമുക്ക് ഭൗതികമായ നേട്ടങ്ങൾ മാത്രം നമ്മൾ ലക്ഷ്യം വെക്കാനും പാടില്ല. ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാവാം. ചില കൂട്ടായ്മകളിൽ അംഗങ്ങളായി നമ്മൾ മാറുന്നു. ആ കൂട്ടായ്മയിലുള്ള ആളുകളുടെ വിഷമങ്ങൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ സഹായിക്കുന്നു, നമ്മൾ ഇങ്ങോട്ട് സഹായിക്കുന്നു. അതൊക്കെ അനിവാര്യമായ ഒരു കാര്യമാണ്. പക്ഷെ അത് മാത്രം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടതില്ല. പക്ഷെ നമുക്ക് അതിലൂടെ ലഭിക്കുന്ന ഒരൊറ്റ നേട്ടം ഞാൻ പറയാം. ഈ അടുത്ത് ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് ജനാസ നമസ്കാരത്തിന് ഒരുപാട് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടി. നമ്മൾ നോക്കുമ്പോൾ അറിയുന്നവരും അറിയാത്തവരുമായ കുറെ ആളുകൾ. അപ്പൊ ചില ആളുകൾ അങ്ങനെ പരിചയപ്പെട്ട് നോക്കുമ്പോൾ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. ആ ബിസിനസിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പല സ്ഥലങ്ങളിലും സഞ്ചരിക്കും. പലപ്പോഴും ചില പള്ളികളിൽ അദ്ദേഹം ഒന്ന് വിശ്രമിക്കും. അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് അവിടെ കണ്ടുമുട്ടിയ ചില ആളുകൾ അവരുമായി സംസാരിച്ച് നല്ലൊരു ബന്ധം സ്ഥാപിച്ചിട്ട് ഇദ്ദേഹം മരണപ്പെട്ടു എന്ന് കേട്ടപ്പോ അവിടുന്ന് ഇങ്ങോട്ട് ഓടി വരികയാണ്. എന്തിന്? നമസ്കരിക്കാൻ. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു. പടച്ചവനെ പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടിയ ആ ഒരു സ്നേഹിതൻ ഇന്ന് മരണപ്പെട്ട് കിടക്കുന്നു. റബ്ബേ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാനാണ് ഒരുപാട് ദൂരം ഓടിയിട്ട് ആ കുടുംബം അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തിന് ജനാസ നമസ്കരിക്കുന്നത്. ബന്ധത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേ മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മൾ കൃത്യമായി കാത്തു സൂക്ഷിക്കണം. ഒരിക്കലും അതിൽ വിള്ളൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം ഏതാണ്? അത് കുടുംബ ബന്ധം തന്നെയാണ്. ഇതൊക്കെ ബന്ധങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബ ബന്ധമാണ്. കാരണം ഖുർആൻ പറഞ്ഞില്ലേ, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ ഏതൊരു അള്ളാഹുവിനെ സംബന്ധിച്ചാണോ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അള്ളാനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് തൊട്ട് പറയാണ് വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ല, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യസിൽ റഹ്മഹു. ഹദീസിൽ 2-3 വരുന്നുണ്ട്. അതിലൊന്ന് പറഞ്ഞത് എന്താ? അള്ളാഹുവിലും അന്ത്യനാളിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർത്ത് കൊള്ളട്ടെ എന്നാണ്. അത് ഇടക്കിടക്ക് ഇങ്ങനെ നമ്മൾ ചേർക്കണം. അത് അകന്ന ബന്ധമായിരുന്നാലും അടുത്ത ബന്ധമായിരുന്നാലും, അകന്ന കുടുംബബന്ധം അടുത്ത കുടുംബബന്ധമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ ഇടക്കിടങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ റമദാന് കഴിഞ്ഞ് ശവ്വാല് പെരുന്നാളൊക്കെ ആകുമ്പോൾ ഒന്ന് വണ്ടി എടുത്ത് കറങ്ങാൻ പറ്റിയ ഇടങ്ങളിലൊക്കെ ഒന്ന് കറങ്ങുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പും നമ്മുടെ മൊബൈൽ ഫോണും അത് വെറും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇടയ്ക്കൊരു മെസ്സേജ് പേഴ്സണലായിട്ട് അസ്സലാമു അലൈക്കും സുഖമല്ലേ, അത് വല്ലാത്ത ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കും. ഇപ്പൊ നമ്മൾ വാട്സപ്പ് തുറന്നിട്ട് നോക്കുമ്പോൾ ഏതോ ഒരാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും സുഖമല്ലേ എന്ന് ചോദിച്ചാൽ എന്തൊരു സന്തോഷം ഉണ്ടാകുമെന്നറിയോ? ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിൻ്റെ അർത്ഥം എപ്പോഴും ഇരിക്കാന്നല്ല, ആ ഒരു വിളിയിലൂടെ. കാരണം ചിലർക്ക് പോകാൻ പ്രയാസം ഉണ്ടാകും. ആ പോകാൻ പ്രയാസമുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെ നമ്മൾക്ക് ആ ഒരു ബന്ധം കൃത്യമായി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. പണ്ട് കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് വിരുന്ന് പോകുമ്പോൾ വന്ന് വണ്ടിയൊന്നുമില്ല, കാറൊന്നുമില്ലല്ലോ.
അന്ന് നടന്നിട്ടാണ് പോവുക. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരം നടക്കണം. ഈ നടക്കുന്ന വഴിയിലൂടെയൊക്കെയും കാണുന്നവരുമായിട്ട് എൻ്റെ ഉമ്മയും പിന്നെ പെങ്ങന്മാരൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ പോവുക. അത് വല്ലാത്തൊരു കാലമായിരുന്നു അത്. അതുപോലെ തന്നെ ചില വീടുകളിൽ ചെന്ന് 2-3 ദിവസമൊക്കെ നമ്മൾ അവിടെ വിരുന്ന് കൂടിയിട്ട് പിന്നെ തിരിച്ചൊരു വരിക. ഇന്നിപ്പോ അതിന് സമയമുണ്ടോ നമുക്ക്? ഇന്നിപ്പോ ആ ഒരു കാര്യം പറഞ്ഞ കുട്ടികൾക്കൊക്കെ ഭയങ്കര അത്ഭുതമായി. ഇപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് ഇന്നിപ്പോ ഉള്ള സമയം മൊബൈലിൽ തോണ്ടാൻ മാത്രമേ നേരമുള്ളൂ. മാത്രമല്ല എപ്പോഴത്തെ ഞാൻ വേറെ കാര്യം കേട്ടു, സ്വന്തം ഭാര്യ വീട്ടിൽ പോലും ഇന്ന് ചില ചെറുപ്പക്കാർ അന്തി ഉറങ്ങാറില്ലത്രേ. ആവതുമില്ല, സ്വന്തം ഭാര്യ വീട്ടിൽ പോകുന്ന ട്രെൻഡ് അത് മാറിയിരിക്കുന്നു. അതിങ്ങനെ തലമുറയായിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ ഭാര്യ വീട്ടിൽ അവിടെ നിൽക്കൂല. രാവിലെ പോവുക, എന്നിട്ട് ഭക്ഷണം കഴിച്ച് 12 മണിക്കാണല്ലോ 12 മണിക്ക് ഇങ്ങോട്ട് മടങ്ങുക. ഈ ഒരു സ്വഭാവത്തിലേക്ക് വന്നിരിക്കുന്നു. അതൊക്കെ നമ്മൾ ബന്ധങ്ങൾ മുറിയാനും ഇതിനൊക്കെയുള്ള ചില കാരണങ്ങളായി മാറുകയാണ്. അപ്പൊ നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ്. അള്ളാഹിന്റെ കൽപ്പനകൾ അംഗീകരിക്കേണ്ടവരാണ്. അള്ളാഹിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ശേഷം പറഞ്ഞ അർഹാം കൃത്യമായി നമ്മൾ സൂക്ഷിക്കണം. അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഒരുപാട് ഹദീസ് കാണാൻ കഴിയും. റസൂൽ പറയുന്നു, മൻ അഹബ്ബ അൻ യബ്സുത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അഥറിഹി ഫൽയസിൽ റഹ്മഹു. ആരെങ്കിലും ഉപജീവനത്തിൽ വർധനവ് കിട്ടുവാനും ദീർഘായുസ് ലഭിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ബന്ധങ്ങൾ ചേർത്ത് കൊള്ളട്ടെ. പിന്നെ മറ്റൊരു ഹദീസ് കാണാം, ഈ കുടുംബ ബന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സിംഹാസനവുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അർറഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശ്. റഹിം കുടുംബബന്ധം അർശുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. തഖൂലു, എന്നാൽ അത് പറഞ്ഞുകൊണ്ടിരിക്കും, മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. എന്നെ ചേർക്കുന്നവരെ അള്ളാഹു ചേർക്കട്ടെ, എന്നെ വിച്ഛേദിക്കുന്നവരെ അള്ളാഹു വിച്ഛേദിക്കട്ടെ. വളരെ ഗൗരവമാണ്. എന്നെ ചേർക്കുന്നവരുമായിട്ട് അള്ളാഹു ബന്ധം ചേർക്കട്ടെ, എന്നെ വിച്ഛേദിക്കുന്നവരുമായിട്ടുള്ള ബന്ധം അള്ളാഹു വിച്ഛേദിക്കട്ടെ. അപ്പൊ നമ്മുടെ നമസ്കാരവും നമ്മുടെ ദഅവത്തും നമ്മുടെ നോമ്പും നമ്മുടെ ഹജ്ജും അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ അത് ചേർന്ന് നിന്നിട്ടില്ലെങ്കിൽ, നമ്മുടെ മനസ്സ് ആ കുടുംബത്തെ ചേർക്കാൻ മാത്രം പര്യാപ്തമായിട്ടില്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾക്ക് എന്ത് വിലയുള്ളത് കൂട്ടരെ എന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ചെയ്യുന്ന ഓരോന്നും നമ്മളെ സംസ്കരിക്കാൻ വേണ്ടിയാണ്, നമസ്കാരം ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ഹജ്ജ് കർമ്മം നമ്മുടെ മുച്ചൂടും മാറ്റിമറിക്കാനാണ്. ഹജ്ജ് കർമ്മം നിർവഹിച്ചു വന്നൊരു മനുഷ്യൻ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ എന്ന് പറഞ്ഞാൽ ഒരു പാപം ഉണ്ടാവില്ല. അത്ര ക്ലിയറാണ്. ആ ക്ലിയറായ മനുഷ്യൻ വീണ്ടും ഇവിടെ അത് നിലനിർത്തിപ്പോരാൻ അവർ ശ്രദ്ധിക്കണം. പിന്നെ ഇതൊക്കെ നിലനിർത്തിപ്പോരുന്ന കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ്. പലതും കേൾക്കും, കേട്ടത് ചിലതൊക്കെ നമ്മൾ കേട്ടില്ല എന്ന് നടിക്കണം. ചിലത് മറുപടി പറയാൻ നാവിന്തുപത്ത് വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കുകളെ കൃത്യമായി മനസ്സിലാക്കണം. മൻ കാന യുഅ്മിനു ബില്ലാഹി ഫൽയൗമിൽ ആഖിർ ഔ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. മിണ്ടാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത് എന്ന് റസൂൽ പറയുമ്പോൾ ആ പ്രവാചകന്റെ വാക്ക് കേൾക്കണം. പല ആക്ഷേപങ്ങളും പറയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്തതും ചെയ്യാത്തതൊക്കെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വായ തുറക്കരുത്. റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും. എന്റെ റബ്ബ് അറിയുന്നുണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. അതാരും ബോധ്യപ്പെടുത്താൻ എനിക്ക് ആവശ്യമില്ല. ഇങ്ങനൊക്കെ മുന്നോട്ട് പോയാലാണ് ഒരു സമാധാനത്തിലൂടെ ജീവിക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇങ്ങോട്ടുള്ള ബന്ധം അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്താ അങ്ങോട്ടും അങ്ങനെ ആയിക്കോട്ടെ, ഇങ്ങോട്ടുള്ളവരോ മാത്രം അങ്ങോട്ട്, ഇങ്ങോട്ടില്ലാത്തവരോടോ അങ്ങോട്ടും ഇല്ല. അത് ബന്ധം ചേർക്കലല്ല എന്നാണ് റസൂൽ പറയണത്. ലൈസൽ വാസിലു ബിൽ മുകാഫിഇ. പരസ്പരമുള്ള ആ ഒരു പ്രത്യുപകാരം അതല്ല ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ. വലാകിന്നൽ വാസില, എന്നാൽ ബന്ധം ചേർക്കൽ അല്ലദീ ഇദാ ഖതഅത റഹിമഹു വസലഹ. ആ ബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് വിളക്കി ചേർക്കലാകുന്നു ബന്ധം ചേർക്കൽ എന്നാണ്. അപ്പൊ ആരോടെങ്കിലും നമ്മൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മോട് ഇങ്ങോട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യണം? ആ ഒരു ബന്ധം വിളക്കി ചേർക്കണം. ചിലപ്പോൾ ചേർക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പലതും പറയും. നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിക്കുക. അവരോട് നമ്മൾ സലാം പറഞ്ഞിട്ട് നമ്മളെ ബന്ധങ്ങൾ പുതുക്കുക. അവരിങ്ങോട്ടില്ലെങ്കിൽ നമ്മൾ പടച്ചോനോട് പറയാ, പടച്ചോൻ എന്നെ കൊണ്ട് കഴിയുന്ന മാതിരി നോക്കിക്കണം. ഇനി അവരിങ്ങോട്ടില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? അതേ നമ്മൾ മാർഗമുള്ളൂ. അല്ലാതെ അവിടെ നിർബന്ധിച്ചിട്ടപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുമോ? ഒരിക്കലും കഴിയൂല.
അപ്പൊ ഇങ്ങോട്ടില്ലെങ്കിലും അത് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു മുറിഞ്ഞു പോയ ബന്ധം നമ്മൾ ചേർക്കണം. അതിൽ നമ്മൾ താഴേണ്ടി വരും. ചിലപ്പോ നമ്മൾ താഴ്ന്നാലും പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ പറയുക, ഇത് മുറിച്ചാണ്ടല്ലോ ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹീം. കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തേക്ക് പോകൂല എന്നാണ്. അവൻ സ്വർഗത്ത് പ്രവേശിക്കൂല. ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വഹയ്യ് പ്രകാരമായി പറയുന്നത്. കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്ത് പോകൂലെന്ന്. മറ്റൊരു ആയത്തിൽ അല്ലാഹു പറയുന്നത് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാവും. ആർക്കെന്നറിയോ? ഫഹൽ ആസൈതും മിൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർള്. എന്നാൽ നിങ്ങൾ കൈകാര്യകർത്തൃത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും വതുഖത്തഉ അർഹാമക്കും, നിങ്ങളുടെ കുടുംബബന്ധങ്ങളെ നിങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തേക്കുമോ? ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അത്തരക്കാരെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. അവരെ അല്ലാഹു ശപിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ശാപം. അപ്പോ ബന്ധങ്ങൾ വെട്ടിമുറിക്കുന്നവർക്ക് പടച്ചവന്റെ ശാപം ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തിൽ നമ്മുടെയൊക്കെ നാടുകളിലൊക്കെ അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഉമ്മാന്റെയും വാപ്പാന്റെയും മക്കൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ ജീവിക്കുന്നവരെ കാണാം. അവരൊക്കെ പള്ളിയിലേക്ക് വരുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. പള്ളിന്റെ ആൾക്കാരും മദ്രസന്റെ ആൾക്കാരും ഒക്കെ തന്നെയാണ്. പക്ഷേ വാശി ഉണ്ടല്ലോ, മനസ്സിന്റെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയാ അഹങ്കാരം, അത് സമ്മതിക്കണില്ല. അഹങ്കാരം മനസ്സിലുണ്ടായ എന്താ ഗുണം? എന്താ ശിക്ഷ? എന്താ? അവൻ സ്വർഗത്ത് പോലെന്ന റസൂൽ പറഞ്ഞത്. ഒരു അണു തൂക്കം കിബറുണ്ടെങ്കിൽ അവൻ സ്വർഗത്തേക്ക് പോകൂല. അവനക്ക് സ്വർഗല്ല. ഈ കിബറുമായിട്ട് നമ്മൾ നടക്കാൻ പാടില്ല. നമ്മൾ ആളുകളുടെ മുന്നിൽ താഴേണ്ടി വന്നാവുന്ന താണാവുന്ന യാതൊരു കുഴപ്പമില്ല. ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരും. ചിലത് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. എന്തിനു വേണ്ടി അറിയോ? നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ട്. റസൂല് പറയും, ആരെങ്കിലും അള്ളാഹുക്ക് വേണ്ടി താഴ്ന്നു കൊടുത്ത് വിനയം കാണിച്ചാൽ റഫഅഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉയർത്തുന്നതാണ്. അവരെ ഉയർത്തും. കിബറന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ അവർ വലിയ ആൾക്കാരേക്കാണ്. പക്ഷെ ജനങ്ങളുടെ മനസ്സിലോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ വിനയത്തോടുകൂടി നടക്കുന്ന ആളുകൾ, വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർദി ഹൗന എന്ന് പറഞ്ഞില്ലേ, വിനയത്തോടുകൂടി ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ മനസ്സിൽ അവർ ചെറിയ ആളുകളായിരിക്കാം. പക്ഷെ ജനങ്ങളുടെ മനസ്സിലോ അവർ വലിയ ആളുകളായിരിക്കും. നമ്മൾ അങ്ങനെ ഒരു വിഷയത്തിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ജ്യേഷ്ഠന്റെയോ അനുജന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള കുടുംബക്കാരുടെ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. ആ സമയത്ത് ഒന്ന് വിട്ടുവീഴ്ചക്ക് തയ്യാറായാൽ അള്ളാഹു നമ്മളെ ഉയർത്തും. അവിടെ അല്ലേ നമുക്ക് വേണ്ടുള്ളൂ. ദുനിയാവിൽ ചിലപ്പോൾ ആൾക്കാരെ വിട്ടുകൊടുക്കണ്ടെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്റെ പരലോകം അത് ഞാൻ ഈ ദുനിയാവെന്ന് നോക്കണം. പിന്നെ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റിയ ഹൃദയ വിശാലത നമുക്ക് ഉണ്ടാവണം. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടുകാരിലും ഒക്കെ പെട്ട ആളുകൾ ഒരേ സ്വഭാവത്തിന്റെ ആളുകളല്ല. പെട്ടെന്ന് ചൂടാകുന്ന ആളുകളുണ്ടാവും. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും അതിൽ രണ്ട് അർത്ഥം വെച്ചുകൊണ്ട് ഉൾക്കൊള്ളുന്നവരുണ്ടാകും. നമ്മൾ ഒരേ അർത്ഥം വെച്ച വാക്ക് പറഞ്ഞാലും അതിലെന്തോ അവൾ ദ്വയാർത്ഥം ഉദ്ദേശിച്ചിട്ടുണ്ട്, അതൊന്നിന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ വിഷയ ആളുകളുണ്ടാവും. അതുപോലെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളുണ്ടാവും. ഇത്തരം ആളുകളൊക്കെ ഉൾക്കൊള്ളാനുള്ള വിശാലമായ മനസ്സാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ആ മനസ്സ് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം. നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും നിരന്തരമായ ഇടപെടലുകളിലൂടെയും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് മനസ്സിൽ ഈമാൻ ഉണ്ടെങ്കിൽ കുറെ ഉണ്ടാകും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔന്റെ അടുക്കലേക്ക് പോകുമ്പോൾ എന്താ പ്രാർത്ഥിച്ചത്? റബ്ബി ഇശ്റഹ് ലീ സ്വദ്രീ വയസ്സിർ ലീ അംരി, പടച്ചോനെ എന്റെ ഹൃദയം നീ വിശാലമാക്കണേ റബ്ബേ എന്ന്. കാരണം ഫിർഔനും കൂട്ടരും എന്തു തന്നെ പറയുകയാണെങ്കിലും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സെനിക്കുണ്ടാവണം. ആ മനസ്സുണ്ടാക്കി തരണേ റബ്ബേ എന്നാണ് മൂസ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. ഇതുപോലെ നമ്മൾക്കും അങ്ങനെ പ്രാർത്ഥിക്കുകയും നമ്മുടെ മനസ്സ് വിശാലമായി കഴിഞ്ഞാൽ ആരെന്തു പറയുകയാണെങ്കിലും നമുക്ക് അറിയാൻ പറ്റും ഓൻ അങ്ങനെയാണ്, ഓൻ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. ചില ആൾ പെട്ടെന്ന് ചൂടാകുന്ന ആളുകളുണ്ടാവും. അത്തരം ആളുകൾ ഒന്ന് സംസാരിച്ച് രണ്ടാമത്തെ തവണ നമ്മൾ അങ്ങോട്ടൊന്ന് സംസാരിച്ചില്ല, പിന്നെ ഇങ്ങോട്ട് വിളിക്കുവാണ് ഞാനത് പറഞ്ഞത് സാരല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അതാണ് മനുഷ്യന്റെ ഇതെന്ന് പറഞ്ഞാൽ.
ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. നിങ്ങൾ നന്മ കൊണ്ട് തിന്മയെ നിങ്ങൾ പ്രതിരോധിക്കണം. എന്നാൽ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ, നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടെങ്കിൽ കഅന്നഹു വലിയ്യുൻ ഹമീം, ഏറ്റവും നല്ല മിത്രങ്ങളായിട്ട് മാറും. ഇത് ഖുർആൻ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾക്ക് ഇറക്കിത്തന്ന ഗ്രന്ഥമാണ്. അതനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ ഒരു നിലക്കൊരു പ്രയാസം നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ആര് നമ്മൾ അങ്ങോട്ട് എതിർത്ത് സംസാരിക്കുകയാണെങ്കിലും തിരിച്ചങ്ങോട്ട് പറയേണ്ട മറുപടി മാന്യമാണെങ്കിൽ ഒരു പ്രശ്നങ്ങളുമില്ല. പിന്നെ ഈ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഈ തെറ്റുകളൊക്കെ ഉണ്ടാകാൻ ചില കാരണങ്ങൾ, നിസ്സാരമായ കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഈ കുടുംബങ്ങളൊക്കെ തെറ്റിപ്പിരിയുന്നത്. ഒന്ന് ചിലപ്പോൾ സ്വത്തിന്റെ പേരിലാവാം. അത് സ്വത്തിന്റെ പേരിലാണെങ്കിൽ സ്വത്ത് വിഹിതം വെച്ചുകൊടുത്തുള്ള പ്രശ്നങ്ങളല്ല. അത് നിർബന്ധമായിട്ട് കിട്ടേണ്ടത് എല്ലാവർക്കും കിട്ടണം. അത് കിട്ടേണ്ടത് കിട്ടണം. അത് കിട്ടാൻ വേണ്ടി മാന്യമായി ഇടപെടേണ്ട രൂപത്തിൽ ഇടപെടണം വേണം. പക്ഷെ ബന്ധങ്ങൾ അതിന്റെ പേരിൽ മുറിഞ്ഞു പോകാൻ പാടില്ല. ചില കാര്യങ്ങൾ വരുന്നത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവൾ അങ്ങനെ പറഞ്ഞു, ഇവൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെയാണ് കേട്ടത്, ഇങ്ങനെയാണ് കേട്ടത്, അങ്ങനെ ആവാം. ഇത് വിശ്വാസിക്ക് പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്ന് ഇന്ന ബഅദൽ-ളന്ന് ഇസ്മുൻ, നിങ്ങൾ ഊഹത്തിൽ നിന്ന് മിക്കതും നിങ്ങൾ വെടിയണം. കാരണം എന്താ? അതിൽ മിക്ക ഊഹവും കളവാകുന്നു എന്ന് പറഞ്ഞത്. കളവായ ഊഹങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഊഹങ്ങളെ കൃത്യമായിട്ട് വെടിയണം. ഊഹങ്ങളിലൂടെ ഒരിക്കലും ഈ ബന്ധങ്ങൾ മുറിയാനുള്ള അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ മറ്റൊന്ന്, ബന്ധം മുറിയാൻ കാരണമായി മാറുന്നത് നമ്മുടെ നാവന്നെ ആകുന്നു. നമ്മുടെ നാവിന് നമ്മൾ കൃത്യമായിട്ട് പിടിച്ചു കെട്ടണം. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ചില വാക്കുകൾ മറ്റുള്ളവന്റെ മനസ്സിൽ വലിയ മുറിവേൽപ്പിക്കുകയും അത് ബന്ധങ്ങൾ മുറിയാൻ കാരണമാവുകയും ചെയ്യും. സഹോദരന്മാരെ കേൾക്കുന്നുണ്ടാവും. സഹോദരന്മാർക്ക് മാത്രമല്ല നാവ്, എല്ലാവർക്കും നാവുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയിട്ട് പലപ്പോഴും വീടിന്റെ അകത്തലങ്ങളിലൊക്കെ കഴിഞ്ഞുകൂടുന്ന ആളുകളാകുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. എത്ര നിലക്ക് പറയുകയാണെങ്കിലും തിരിച്ചങ്ങോട്ട് പറയുന്ന വാക്ക് മാന്യമായിരിക്കണം. ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ പാടില്ല. അത് അമ്മായിമ്മ മരുക്കൾ അമ്മായിമാനെ ആരും കാട്ടും ഇങ്ങോട്ടുള്ള വർത്തമാനങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ട് നമ്മളെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകാൻ പാടില്ല. അവിടെ ക്ഷമയും സഹനവും നമ്മൾ കൊണ്ടു നടക്കണം. മരുമകളുടെ ഭാഗത്ത് അപാകത വരുമ്പോൾ മാന്യമായിട്ടൊരു ഉമ്മ എന്ന നിലക്കുള്ള മാന്യമായ ഉപദേശം നൽകണം. അതുപോലെ തന്നെ ഇനി ഭർത്താവിന്റെ ഉമ്മ, അല്ലെ, അമ്മായിമ്മ എന്ന പ്രയോഗം ഭർത്താവെന്ന് പറയാന്ന് മാത്രമേ ഉള്ളൂ. അവരെന്തെങ്കിലും പറയുമ്പോൾ ആ പറഞ്ഞത് എന്റെ ഗുണത്തിനു വേണ്ടി മാത്രമാണ്. എന്റെ ഉമ്മ എന്നെ ഉപദേശിക്കാറുണ്ട്, അതുപോലെ തന്നെ എന്റെ ഭർത്താവിന്റെ ഉമ്മ എന്നെ ഉപദേശിക്കാനുള്ളൂ എന്ന് കരുതി അവിടെ പ്രശ്നങ്ങൾ തീർന്നു. അതല്ലെങ്കിൽ അതിന്റെ പേരിലുള്ള വർത്തമാനങ്ങൾ വരുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് മാറും. അതുകൊണ്ടാണ് നാവിനെ പിടിച്ചു കെട്ടുക എന്ന് റസൂല് പറഞ്ഞത്. ജയിക്കാനുള്ള മാർഗം അതന്നെയാണ്. പരലോകത്ത് വിജയിക്കണമെങ്കിലും നാവിനെ പിടിച്ചു കെട്ടണം. ഒരു സഹാബി ചോദിച്ചു, റസൂലെ മൻ നജാത്ത്, വിജയിക്കാൻ എന്താണ് മാർഗം? റസൂല് പറഞ്ഞു, അംസിക്കാലിക് ലിസാനക, നാവിനെ നീ പിടിച്ചു കെട്ടുക എന്നാണ്. അപ്പൊ അത് നിയന്ത്രിക്കുക. നാവ് കൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ നാവിന്റെ മുമ്പ് നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യണം. അതല്ലെങ്കിൽ പിന്നീട് ആ പറഞ്ഞ വാക്കിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല ആ വാക്കോ അത് കൊള്ളേണ്ടിടങ്ങളിൽ കൊള്ളും. പിന്നെ അത് മനസ്സിൽ നോവായിട്ട് നിൽക്കും. അതിങ്ങനെ എപ്പോഴും ഇടക്കിടക്ക് ഇങ്ങനെ തികട്ടി വരും. അത് ബന്ധങ്ങൾ മുറിയാൻ കാരണമായിട്ട് മാറും. അതുകൊണ്ട് ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് ഒരു കവിതയിലൂടെ പറഞ്ഞത്, മനുഷ്യ, നിന്റെ നാവിനെ കൃത്യമായി നീ സൂക്ഷിക്കണം. അത് നിന്നെ കൊത്താതിരിക്കട്ടെ. ഇന്നഹു സുഅ്ബാനു, അതൊരു പാമ്പാകുന്നു. നാവ് പാമ്പാകുന്നു. കംഫിൽ മഖാബിരി മിൻ ഖതീലി ലിസാനിഹി കാനത തഹാബു ലിഖാഹുൽ അഖ്റാനു. എത്ര ആളുകളാണ് ഈ നാവിന്റെ പ്രഹരമേറ്റുകൊണ്ട് മഖബറകളിൽ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഒരിക്കൽ അവരെ കാണാൻ പോലും മറ്റുള്ള ആളുകൾക്ക് പേടിയായി വരുന്നു എന്ന നിലക്കാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും നിലക്കുള്ള പിണക്കം ഉണ്ടെങ്കിൽ ആ പിണക്കം 3 ദിവസം കൊണ്ട് തന്നെ അവസാനിപ്പിക്കുക. റസൂല് പറഞ്ഞു 3 ദിവസത്തിലധികം സത്യവിശ്വാസികളെ പിണങ്ങി നിൽക്കാൻ പാടില്ല. ചിലപ്പോൾ അതുണ്ടാവാം. ആ 3-ാമത്തെ ദിവസം അവസാനിപ്പിക്കണത്. അത് സ്വാഭാവികമായിട്ടും ഒരു വിശ്വാസിയാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, അത് അവസാനിക്കുകയും ചെയ്യും.
കാരണം മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ അതിങ്ങനെ നീറിപ്പോകയുമ്പോൾ എന്തിനാപ്പ ഞാനിങ്ങനെ അവരോട് മിണ്ടാതെക്കണത് സ്വാഭാവികമായിട്ട് തോന്നും. വേണ്ട, നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കണമെങ്കിൽ ആ സംസാരിക്കേണ്ട വചനങ്ങൾ നമ്മളൊന്ന് എഴുതിക്കുക. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് അവിടെ സംസാരിക്കാൻ പോകണം, ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പോകണം, കുറച്ച് വാക്കുകൾ, അത് പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ ഉണ്ടെന്ന് കൂടി വിളിയും. അതുണ്ടെങ്കിൽ അതൊന്നൊരു പേപ്പറിൽ എഴുതി വെക്കുക, എന്നെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓനടുത്ത് പോകാൻ നിൽക്കുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. പോകില്ല. അത് മനസ്സങ്ങനെയാണ്. ചില കാര്യങ്ങൾ നമ്മൾ എടുത്ത് ചാടി പറഞ്ഞാൽ അത് പിന്നീട് ഭവിഷ്യത്തിലേക്കുണ്ടോ. ധൃതി അല്ല, അജരത്തിനൊരു ശൈത്താന്നല്ലേ, ധൃതി പിശാചിൽ നിന്നാകുന്നതാണ്. എടുത്ത് ചാടി ഒന്നും പറയണ്ട, പറയേണ്ടി വന്നാൽ ഒന്നും ഉണ്ടായിരിക്കുക, എന്നിട്ട് ആലോചിച്ചിട്ട് പിന്നെ പറയാം. ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. എടുത്തു ചാടി പറയുമ്പോൾ ആ വാക്കുകൾ അത് എങ്ങനെയൊക്കെ വരിക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് വളരെയധികം ആ കാര്യത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അഥവാ നമ്മൾ അങ്ങനെ ഒന്ന് പിണങ്ങേണ്ടി വന്നാൽ ഇണങ്ങാൻ തടസ്സമാകുന്ന വാക്കുകളെ നമ്മൾ പറയാതിരിക്കണം. ഇന്ന് പലർക്കും കൂട്ടിയടിപ്പിക്കുന്ന സമയത്ത്, നമ്മൾ ചില മസലഹത്തിനൊക്കെ പോയി പറയുന്ന സമയത്ത് ഓന പറഞ്ഞതൊന്നും നമുക്ക് മറക്കാൻ കഴിയൂല. അതെന്ത് കാരണം? അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇന്നല്ലെങ്കിൽ നാളെ ഇവനുമായിട്ട് ഞാൻ കൂടി കലർന്ന് ജീവിക്കേണ്ടവനാണ്. ഭൗതികമായ ചില സഹായങ്ങൾ എനിക്ക് ഇവന് ലഭിക്കേണ്ടതാണ്. ചിലപ്പോ അവൻ അങ്ങോട്ട് സഹായിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇനി പരസ്പരം കൂട്ടിയോജിപ്പിക്കേണ്ട ഒരു ഘട്ടങ്ങളിൽ എൻ്റെ വാക്ക് അതിന് തടസ്സമായി നിൽക്കാൻ പാടില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ വാക്ക് കൊണ്ട് മാത്രം ആ ബന്ധം യോജിക്കാതെ വരും. നമ്മൾ അതിന് പടച്ചോണ്ട് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് നാവിനെ കൃത്യമായി സൂക്ഷിക്കണം. പിന്നെ ഇതിൻ്റെ ഒക്കെ ആകത്തുക എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഈ വാശിയും ഈ വീറും വാശൊക്കെ എവിടെ? ദുനിയാവിലാണ്. ആഖിറത്തിലേക്ക് ഈ വീറും വാശിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആഖിറത്തിലേക്ക് യാത്ര പോകുന്ന ആളുകളാണ്. അല്പകാലം വിശ്രമിക്കുന്ന ഈടത്തിൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് സഹിക്കുകയും ഒരുപാട് നമ്മൾ വ്യസനിക്കുകയും ദുഃഖിക്കും കരയൊക്കെ വേണ്ടി വരും. കാരണം ആഖിറമാണ് ഏറ്റവും, ആഖിറത്തു ഖൈറും വഅബ്ഖാ, ആഖിറമാണ് ഏറ്റവും ഉത്തമം എന്നൊന്നും നിലനിൽക്കുന്നതും ആഖിറം തന്നെയാണ്. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മത്താഉൽ ഖുറൂർ, ഐഹിക ലോകം വഞ്ചനയുടെ ലോകമാണ്. ഈ ദുനിയാവ് തന്നെ വഞ്ചനയുടെ ലോകമാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകണം നമുക്ക്. ആ പോകുമ്പോൾ നമ്മൾക്ക് അവിടെ സ്വർഗത്തിൽ എന്തെല്ലാം സുഖങ്ങൾ വേണോ അതിനാവശ്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു തന്നൊരു ഇടമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഈ ജീവിതവും മരണവും നിങ്ങൾക്ക് അല്ലാഹു തന്നത് അയ്യുകും അഹ്സനു അമലാ, നിങ്ങളുടെ അമല് ഏറ്റവും നല്ല അമല് ചെയ്യുന്നത് ആരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാകുന്നു. അതിനാണ് ദുനിയാവ് തന്നത്. അതിന് പകരം ഈ ദുനിയാവില് അതിന് മാത്രം സമയം കണ്ടെത്താതെ ഈ ദുനിയാവിലെ പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ ഇടപഴകി അവിടെ സംസാരിച്ച് ഇവിടെ പ്രശ്നം അവിടെ പ്രശ്നമായിട്ട് കഴിഞ്ഞുവിടുമ്പോൾ നമുക്ക് കൂട്ടരെ ആഖിറത്തിലേക്കുള്ള അമല് ചെയ്യാനുള്ള നേരെവിടെ? കൈ അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഓനോടുള്ള ദേഷ്യം വരികയാണെങ്കിൽ പിന്നെ നിസ്കാരം എവിടെ പോയി? ഹജ്ജിന് പോയിട്ട് അവിടുന്ന് പറയാം ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വരട്ടെ, ഞാൻ ഓനക്ക് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ഓന്റെ ഹജ്ജ് എവിടെ പോയി? അവിടെ മനസ്സിലാക്കേണ്ടത് നാളെ പരലോകത്ത് നമ്മൾ ഒറ്റക്കല്ലേ. ഒറ്റക്കൊറ്റക്കായിട്ട് ആ പടച്ചവടെ കൊണ്ടുവരിക. എന്നിട്ടോ അവിടെ നമ്മുടെ അമല് തൂക്കും അല്ലേ. അന്നത്തെ ദിവസത്തിൽ തുലാസ് എന്നത് വളരെ സത്യമാണ്. അന്ന് ആരുടെ തുലാസാന കടം തൂങ്ങിയത് അവൻ വിജയിച്ചിരിക്കുന്നു. അത് അന്ന് ആരുടെ തുലാസാനോ കനം കുറഞ്ഞത് ആ കനം കുറഞ്ഞവൻ അവൻ നഷ്ടത്തിലകപ്പെടുകയും ചെയ്തു. അപ്പൊ ആ തുലാസിന് കനം കൂട്ടാനുള്ള അമലുകൾ ചെയ്യാനാണ് നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നത്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട അമലാണ് കുടുംബബന്ധം എന്ന് പറയുന്നത്. അത് ചേർത്ത് അത് വിളക്കി ചേർത്ത് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ നമ്മുടെ തുലാസ് അത് കനം തൂങ്ങും. അതല്ലെങ്കിലോ നാളെ സിറാത്തിലൂടെ കടക്കുന്ന സമയത്ത് ഈ കുടുംബബന്ധം അവിടെ ഉണ്ടാകും. റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം വതുർസിലുൽ അമാനതു വറഹിം, കുടുംബബന്ധത്തെയും അമാനത്ത് വിശ്വസ്തതയെയും അവിടെ അള്ളാഹു അയക്കപ്പെടും. എവിടുക്കുന്നവരോ? സിറാത്തിന്റെ അടുത്തേക്ക്. എന്നിട്ടോ ഫതഖൂമാനി,
ജനബതി അശ്റാത്ത് അൽയമീനം വശിമാല. എന്നിട്ടോ പിന്നെ ജംബി, അതായത് ഈ സിറാത്തിന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായിട്ടുള്ള പാർശ്വങ്ങളിൽ ഈ കുടുംബബന്ധം ഉണ്ടാവും. എന്നിട്ട് ഓരോരുത്തരും പിടിച്ചിട്ട് വലിച്ചിടും കുടുംബബന്ധം ചേർക്കാത്ത ആളുകളെ. അതാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അപ്പൊ അവിടെയും നമുക്ക് കൃത്യമായിട്ട് നഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ അതീവ ശ്രദ്ധ ഉണ്ടാകണം. കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ഭാഗമാണ് അവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ. കുടുംബബന്ധത്തിൽപ്പെട്ട ആളുകൾക്ക് നമ്മൾ സഹായം കൊടുക്കണം. ഖുർആൻ പറഞ്ഞത് എന്താ? പിന്നെ ആ അടുത്ത ബന്ധുക്കൾക്ക് നിങ്ങൾ അവരുടെ അവകാശത്തിന് നിങ്ങൾ കൊടുക്കണം. വൽ മിസ്കീൻ, വഴിയാത്രക്കാർക്ക് അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അവിടെ പറഞ്ഞ പോയിന്റ് ഹഖഹു എന്ന അവരുടെ അവകാശം എന്നാണ്. അപ്പൊ നമ്മുടെ സ്വത്തിൽ നമ്മുടെ കുടുംബബന്ധത്തിൽപ്പെട്ട ആളുകൾക്ക് അവകാശമുണ്ട്. അവർ രോഗികളായി കിടക്കുകയാണെങ്കിലും അവർക്ക് സാമ്പത്തികമായ പ്രയാസമുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒക്കെ നമ്മൾ അവരെ സഹായിക്കാൻ, നാട്ടുകാരെ സഹായിക്കുന്നതിനേക്കാൾ ഉപരി ആദ്യമായി മുൻഗണന കൊടുക്കേണ്ടത് നമ്മൾ നമ്മുടെ കുടുംബബന്ധത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാനാണ്. അവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെ സഹായിക്കുമ്പോൾ നമുക്ക് രണ്ട് നിലക്കുള്ള കൂലിയുണ്ട് റസൂൽ പറഞ്ഞത്. അസ്സദഖത്തു അലൽ മിസ്കീനി സദഖത്തുൻ, ഒരു പാവപ്പെട്ടവന് സദഖ കൊടുത്താൽ ഒരു സദഖന്റെ പ്രതിഫലം മാത്രമുള്ളത്. എന്നാൽ വഅലാ ദിർറഹിമി ഇസ്നതാനി, നമ്മളെ കുടുംബബന്ധത്തിൽപ്പെട്ട ആൾക്ക് കൊടുക്കുകയാണെങ്കിലോ ഇസ്നതാനി, രണ്ട് പുണ്യം അതിലൂടെയുണ്ട്. സദഖത്തുണ്ട് വസിലത്തുൻ, സദഖയുണ്ട്, അതുപോലെ തന്നെ സിലത്ത്, ആ കുടുംബബന്ധം ചേർത്തതിന്റെ കൂലിയുണ്ട്. രണ്ട് നിലക്കുള്ള കൂലിയാണ് അള്ളാഹു രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആ ബന്ധങ്ങളെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കുക. ഇനി രണ്ടാമതായിട്ടുള്ളത് അയൽപക്കക്കാരുമായിട്ടുള്ള ബന്ധമാണ്. അയൽപക്കമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അയൽപക്കം മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ അത് കൃത്യമായി നമ്മൾ കൊണ്ടുപോകണം. റസൂൽ പറയുന്നു ലാ യുഅ്മിനു, 3 വട്ടം റസൂൽ പറയും വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു. ഖീല, പറയപ്പെട്ടു, വമൻ യാ റസൂലല്ലാഹ്, ആരാ റസൂലേ? റസൂൽ പറഞ്ഞു ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു, ഏതൊരുവന്റെ ഉപദ്രവത്തിൽ നിന്ന് തന്റെ അയൽവാസി നിർഭയനായിരിക്കുന്നുവോ അവനാണ് വിശ്വാസിയാകാത്തത്. നിർഭയനല്ലയോ അവനാണ് വിശ്വാസിയാവാത്തത്. അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അയൽവാസികൾ നിർഭയരായിരിക്കണം. അവർക്ക് ഒരു പ്രയാസങ്ങളോ ഒരു ബുദ്ധിമുട്ടോ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. അവരവിടെ വീട്ടിലില്ലെങ്കിൽ ആ വീടിന്റെ സംരക്ഷണം നമ്മളെ കരങ്ങളിലാണ്. അവർ പട്ടിണി കിടക്കുന്നുവെങ്കിൽ അവരെ സഹായിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ വീട്ടിൽ വല്ലതും പ്രത്യേകമായ അവസരങ്ങളിൽ പിന്നെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അബാദറിനോട് പറഞ്ഞ, അബാദറെ നീ കറി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടെങ്കിലും നിന്റെ അയൽപക്കക്കാരനെ നീ പരിഗണിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വലിയ വിഷയമാണ്, ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, സൂചന നൽകുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ അയൽപക്കവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അത് കൃത്യമായിട്ട് സൂക്ഷിക്കണം. നമ്മൾ വിശ്വാസികളാണെങ്കിൽ അവർക്ക് നമ്മളിൽ നിന്ന് ആശ്വാസമാണ് പകർന്നു കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ ഉണ്ടാകുമ്പോൾ അവർക്ക് സമാധാനമായിരിക്കണം. കാരണം എന്ത് വിഷമമുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരവിടെ ഓടിയെത്തും. കാരണം കുടുംബക്കാരേക്കാൾ അധികം ബന്ധം അയൽപക്കക്കാർക്കാണ്. ഹദീസിൽ കാണാൻ കഴിയും, ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയൽപക്ക ബന്ധത്തിന് പ്രാധാന്യം പറയുമ്പോൾ അവർക്ക് അനന്തരാവകാശ സ്വത്ത് കൊടുക്കേണ്ടി വരുമോ എന്നുപോലും ഭയപ്പെടുന്ന അത്രമാത്രം ബന്ധമാണ് അയൽപക്കത്തിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം അയൽപക്കത്തിന്റെ കാര്യം. പിന്നെ നമ്മുടെ കുടുംബത്തിലുള്ള മാതാപിതാക്കളും മക്കള് ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ബന്ധം അതിലും വഷളം ആകാം, അതിലും ഒരു വഷളത്തരം ഉണ്ടാകാൻ പാടില്ല. അവിടെയും കൃത്യമായിട്ട് അള്ളാഹുവിന്റെ റസൂലും അള്ളയും കൽപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അനുധാവനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിലേറ്റവും അടുത്ത ബന്ധം മാതാപിതാക്കളാണ്. അള്ള വിധിച്ചിരിക്കുന്നു അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, വേറെ ആരാധിക്കാൻ പാടില്ല. പിന്നെന്താ പറഞ്ഞ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. എന്താ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ പരിഗണിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ പ്രയാസപ്പെടുത്താതിരിക്കുക, അവരെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഗണന അവർക്ക് കൊടുക്കുക, വീട്ടിലൊരു കൃത്യമായ പരിഗണന അവർക്ക് ഉണ്ടാവുക, എല്ലാ നിരക്കുള്ള സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുക. അതാണ് മാതാപിതാക്കളെ അവർക്ക് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് കുട്ടികളാണ് ആ വിഷയത്തിൽ കൂടുതലായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്.
കാരണം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളിൽ നിന്ന് ഉണ്ടാവുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഇപ്പം അവർക്ക് അനുഭവിക്കേണ്ടി വരികയാണ്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അതായത് പറഞ്ഞാൽ അനുസരണയില്ല. അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഒക്കെ തന്നെ നേരെ പറഞ്ഞാൽ അനുസരിക്കാത്തൊരവസ്ഥ ഉണ്ട്. അതേപോലെ തന്നെ മാതാപിതാക്കൾ നന്മ ഉപദേശിക്കുകയാണെങ്കിൽ ആ നന്മ ഉൾക്കൊള്ളാൻ, വേഷവിധാനത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ. ഇതൊന്നും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം മാതാപിതാക്കള് മക്കളെ സ്നേഹിക്കുന്നത് വളരെ, ഈ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ സ്നേഹം തുടങ്ങിയതാണ് മാതാപിതാക്കൾ മക്കളെ. തനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷത്തിലാണ്. പല രക്ഷിതാക്കള്, പല പിതാക്കന്മാരും ഗൾഫിൽ അധ്വാനിക്കുന്ന ആർക്ക് വേണ്ടിയാവും? മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ സുഖം അനുഭവിക്കുന്നില്ലെങ്കിലും എൻ്റെ മക്കൾ സുഖം അനുഭവിക്കണം എന്ന് വിചാരിച്ചിട്ട് ഗൾഫിൽ തന്നെ ആ സൂര്യന്റെ ചൂടേറ്റ് അധ്വാനിക്കുന്ന എത്ര പ്രവാസികളുണ്ടെന്നറിയോ? 2 or 3 പെൺകുട്ടികളുണ്ടെങ്കിൽ പറയും വേണ്ട. കാരണം ആ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്നത് വരെയും അദ്ദേഹത്തിന് അവിടെ ജോലിയാണ്. എന്നിട്ട് അവസാനം ഗൾഫ് നാട്ടിലേക്ക് മടങ്ങുന്നതോ, ആ നാട്ടിലേക്ക് മടങ്ങുന്നത് രോഗിയായിക്കൊണ്ടാണ്. ഒരുപാട് പരിശോധന നടത്തിയ ചീട്ടുമായിട്ടാണ് ഈ പ്രവാസികൾ നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോ ആ പിതാവിനെ സ്വീകരിക്കുന്നതിന് പകരമായിട്ട് ആ പിതാവിനോട് കയർത്ത് സംസാരിക്കുകയും ആ പിതാവ് ഗൾഫിലുള്ള കാലത്ത് അദ്ദേഹം അയച്ചു കൊടുക്കുന്ന പൈസ അത് കൃത്യമായി ഹലാലായ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് പകരം ഇസ്ലാമിന് നിരക്കാത്ത രൂപത്തിൽ ഈ പണം ചെലവഴിച്ച് ദൂർത്തരിച്ച് നടക്കുന്ന എത്ര ചെറുപ്പക്കാർ, എത്ര കുട്ടികളുണ്ടെന്നറിയോ? അവരൊക്കെ മനസ്സിലാക്കണം, ഒരു ദിവസം വരാനുണ്ട്. ഒന്ന്, അവർക്കും ഇതുപോലെ അള്ളാഹു ആയുസ് കൊടുത്താൽ രക്ഷിതാക്കന്മാരാകാൻ പോകാൻ. അതുമല്ലെങ്കിൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ റബ്ബിന്റെ മുന്നിൽ ചോദിക്കും. ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയണം. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും. ഇന്നത്തെ പെൺകുട്ടികളുടെ അവസ്ഥ എല്ലാവരും ഇല്ലട്ടോ പറയണത്. എല്ലാവരും അടച്ചാക്ഷേപിച്ചുകൊണ്ട് പറയല്ല, മറിച്ച് പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവും മാതാവും മകളെ സ്നേഹിക്കുന്നു. എന്നാൽ അവൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് ഏതോ ഒരു ചെറുപ്പക്കാരനെ കണ്ട് അവരുമായി സ്നേഹം തടിച്ചിട്ട് പിന്നെ അവരോടുകൂടെ ചാടിപ്പോകുന്ന വളരെ വേദനീയജനകമായ അവസ്ഥകൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുമല്ലെങ്കിൽ കല്യാണത്തിന് വിഷയം വരുമ്പോ എനിക്ക് അവൻ മതി എന്ന് തറപ്പിച്ച് പറയണം. അപ്പോ രക്ഷിതാക്കൾ പറയും, മോളെ അവനും മനുഷ്യനാണെങ്കിലും അവൻ പോരാ. അവന്റെ ബാക്ക്ഗ്രൗണ്ട് മോശമാണ്, അവൻ കള്ളുകുടിയനാണ്, അവൻ തികച്ചും അസാൻമാർഗികമായിട്ടുള്ള ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ പോലും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ മക്കളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ കടന്നുകൂടിയിരിക്കുകയാണ്. ചില ആത്മഹത്യകൾ, ഞാനത് വിശദമായിട്ട് പറയുന്നില്ല, ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ കുടുംബത്തിന് വിഷമം ഉണ്ടാവാന്ന് കരുതിയിട്ടാണ്. ഒരു കുട്ടി ആത്മഹത്യയിലേക്ക് പോയത് ഈ ഒരു കാരണം കൊണ്ടാണ്. പിതാവും മാതാവൊക്കെ നിരന്തരമായ ഉപദേശം കൊടുത്തു. എൻ്റെ മോളല്ലേ, ആയിക്കോട്ടെ, ഞാൻ അവളെ ഇഷ്ടംപോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ തനി ഫ്രോഡാണ്. മകളോട് പറഞ്ഞു വേണ്ട മോളെ എന്ന് പറഞ്ഞപ്പോ ആത്മഹത്യ ചെയ്തു. നല്ല പളുങ്ക് പോലത്തെ ഒരു പെൺകുട്ടി, നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി. അപ്പൊ നമ്മൾ നമ്മുടെ മക്കളോട് നിരന്തരമായിട്ട് ഈ നിർദ്ദേശങ്ങൾ കൊടുക്കണം. നമ്മുടെ മക്കളെ കിട്ടുന്ന അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളിലൊക്കെ നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും ആത്മീയമായ പരലോകത്തേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. മക്കളെ, നമുക്ക് ഈ വീട്ടിൽ നമ്മൾ ഒരുമിച്ചാണ് കഴിയുന്നത്, സന്തോഷത്തോടെ ജീവിക്കുന്നു. നമ്മൾ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സ്വർഗത്തിലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണം. അതുകൊണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങൾ നിങ്ങൾ പാലിക്കണം. ആരെങ്കിലും വിളിച്ചു കാണിക്കുമ്പോഴേക്കും അവന്റെ പിന്നാലെ പോകേണ്ടവളല്ല മോളെ നീ, നിന്നെ എനിക്ക് നല്ലൊരുവന്റെ കയ്യിൽ കൊടുക്കണം. അപ്പൊ നമ്മള് ഒരു പെൺകുട്ടിയുടെ കല്യാണ ആലോചന വരുമ്പോ എന്തെല്ലാ സ്ഥലങ്ങളിൽ അന്വേഷിക്കും, മൗലവിമാരോട്, അധ്യാപകരോട് അന്വേഷിക്കും. ആ വ്യക്തിയെ സംബന്ധിച്ച്, കുടുംബത്തെ സംബന്ധിച്ച്. എന്തിനാ? എന്റെ കരളിന്റെ കഷ്ടമായ മകൾ അവിടെ പ്രയാസപ്പെടരുത്, അവൾ ബുദ്ധിമുട്ടരുത് എന്നൊരൊറ്റ ഉദ്ദേശത്തിലാണ് അത്രയും അന്വേഷണം നടത്തിയിട്ടാണ് ഈ പെൺകുട്ടി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇവളെ എവിടെ അന്വേഷിച്ചത്? ഒരൊറ്റ സംസാരത്തിലൂടെയാണ് ഇവർ പരസ്പരം അടുത്തത്. ഇതിന്റെ ഭവിഷ്യത്തുകൾ അറിയാത്ത പല കുട്ടികളും ചില ചതിക്കടിയിൽ വലയിൽ പെട്ടുപോകുന്നുണ്ട്. സഹോദരിമാരെ, പെൺകുട്ടികളെ, ചെറുപ്പക്കാരെ നമ്മളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കണം. നമുക്ക് ദുനിയാവ് മാത്രമല്ല ആഖിറവുമുണ്ട്. ഇനി മാതാപിതാക്കൾക്ക് വയസ്സാകുമ്പോഴോ
അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും മാതാപിതാക്കള്, വയസ്സായവരുണ്ടാകും. അവർക്ക് വേണ്ടത് പൈസയല്ല, അവർക്ക് ഭക്ഷണമല്ല, അവർക്ക് വേണ്ടത് വീടിന്റെ സൗകര്യങ്ങളോ AC-യോ അല്ലെങ്കിൽ നല്ല ആഡംബരപൂർണമായ കാറുകളോ അല്ല വേണ്ടത്. മക്കളുടെ സാമീപ്യം മാത്രമാണ്. ഒന്ന് സംസാരിച്ചിരിക്കാൻ, ഒന്ന് തലോടി കൊടുക്കാൻ, ഒന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നത് മാത്രം അവർക്ക് വേണ്ടുള്ളൂ. അതിന് മക്കളാവുന്ന നമ്മൾ ഇരുന്നു കൊടുക്കണം, അതിന് അവസരം കൊടുക്കണം. അവർക്ക് പറയാനുള്ള അവസരം ചിലപ്പം ആവർത്തിച്ചൊക്കെ പറയും. ചോദിച്ചെന്നെ പിന്നും ചോദിക്കും, ആദ്യം ചോദിച്ചു ഓർമ്മ ഉണ്ടല്ലോ, വീണ്ടും വിളിക്കും. അപ്പോഴും നീരസത്തോടുകൂടി പറയരുത്. അതാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവർ രണ്ടുപേരെ ഇനി വെറുപ്പിക്കാൻ പാടില്ല. അവരോട് മാന്യമായ വാക്ക് മാത്രമേ പറയാൻ പാടുള്ളൂ. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന് പോലും പറയാൻ പാടില്ല. ഫലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിർ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. അവർക്ക് വിനയത്തിന്റെ ചിറക് നീ താഴ്ത്തി കൊടുക്കണം. ചെറുപ്പത്തിൽ നമ്മൾ നമ്മുടെ ഉമ്മയുടെ മടിയിൽ കിടന്നു. നമ്മുടെ ഉമ്മയില്ലെങ്കിൽ നമുക്ക് ഉറക്കം വന്നിരുന്നില്ല. ആ ഉമ്മയുടെ കരങ്ങൾ നമ്മുടെ തലയിലൂടെ ഒന്നിങ്ങനെ ഓടുമ്പോഴേക്ക് നമ്മുടെ കണ്ണുകൾ അങ്ങനെ അടഞ്ഞു പോകും. ആ താരാട്ട് പാട്ട് കേട്ടുകൊണ്ടാണ് നമ്മളൊക്കെ കിടന്നുറങ്ങിയത്. ആ താരാട്ട് പാട്ട് കേൾക്കാത്തവരായിട്ട് ആരുമില്ല. ആ കരങ്ങൾക്ക് ഇന്ന് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ആ കരങ്ങളായിട്ട് മാറുക. നന്ന് നമ്മളെ തലോടിയ ആ കരങ്ങൾക്കൊന്നും വയ്യാത്തത് കൊണ്ട് നമ്മളെ ആ കരങ്ങൾ അവരുടെ തലയിലൂടെ തലോടിയിട്ട് അവർക്ക് ആശ്വാസം കൊടുക്കുക. ഇതൊക്കെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതവർക്ക് വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത ആഹ്ലാദമാണ്. അതിന് സഹോദരന്മാരെ നമ്മൾ അതിന് സമയം കണ്ടെത്തണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം വസിയത്ത് ചെയ്തിരിക്കുന്നു. ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചുകൊണ്ട് നിന്നെ ഗർഭിച്ചുവന്ന മാതാവ്. നിന്റെ മുലകുടി പ്രായം 2 വർഷമായിരുന്നു. ആ 2 വർഷവും അതുപോലെ തന്നെ ഗർഭിണിയാകുന്ന ഒരു കാലഘട്ടവും വളരെ വേദനയുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലൊക്കെ നിന്നെ ഗർഭം ചുമന്ന് നിന്നെ പ്രസവിച്ച് 2 വയസ്സ് വരെ മുലയൂട്ടുന്ന ഒരു സഹോദരിയോട് ചോദിച്ചാൽ അറിയാം, രാത്രി 12 മണിക്കാണ് കുട്ടി കരയുന്നത് പാലിന് വേണ്ടി. ഉമ്മ തന്റെ അമ്മിഞ്ഞ പാല് കുട്ടിക്ക് കൊടുക്കുന്നു. അവിടെ ഒരു നിലക്കുള്ള വിഷമങ്ങളില്ല. ഉറക്കം സഹിച്ചുകൊണ്ടാണ് ആ കുട്ടിക്ക് അത് കൊടുക്കുന്നത്. 2 വർഷം കഴിയുമ്പോഴേക്കും ആ ഉമ്മ എങ്ങനെയായിട്ട് മാറിയിട്ടുണ്ടോ? എന്നിട്ട് അല്ലാഹു പറയുന്നത്, അവർക്ക് നീ കൊടുക്കണം, അവർക്ക് അതിന്റെ സ്നേഹം കൊടുക്കണം. ഏറ്റവും നല്ല അമലേത ചോദിച്ചപ്പോൾ റസൂൽ രണ്ടാമത് പറഞ്ഞു, ഒന്ന് അസ്സലാത്തു വലാ വക്തിഹ, നമസ്കാരത്തിന് സമയത്ത് നിർവഹിക്കണം. 2 ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിശദമായ വലിയൊരു വിഷയമാണ്. നമ്മളത് കേൾക്കുക മാത്രമല്ല പ്രാവർത്തികമാക്കണം. ഇനി നമ്മുടെ ഉമ്മാന്റെയും പാപ്പാന്റെയും ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ നമ്മൾ അവരോട് പറയണം, ഉമ്മ എന്നോട് പൊറുത്തിരുന്നിട്ടോ, പാപ്പ എന്നോട് പൊറുക്കണം, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഭാഗത്തുനിന്ന് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണട്ടോ എന്ന് പറഞ്ഞ് ക്ഷമാപണം ചോദിച്ച് പൊരുത്തപ്പെടിച്ചിട്ടേ നമ്മൾ കിടന്നുറങ്ങാൻ പാടുള്ളൂ. മനുഷ്യന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കൂലേ? അതാണ് മാതാപിതാക്കളുടെ കടമകൾ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ മക്കളോടും ചില കടമകളുണ്ട്. മക്കളെ നമ്മൾ സ്നേഹിക്കണം, മക്കൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കണം, മക്കളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം, അവർക്ക് ദീനീപരമായ വിജ്ഞാനം കൊടുക്കണം, അവർക്ക് ഭൗതികമായിട്ടുള്ള വിജ്ഞാനം കൊടുക്കണം, നിർദ്ദേശങ്ങൾ കൊടുക്കണം. തിന്മയിലേക്ക് പോകുന്ന സമയത്ത് ആ തിന്മയുടെ ഗൗരവത്തെ സൂചിപ്പിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ അവരെ പിന്നോട്ട് കൊണ്ടുവരണം. അങ്ങനെ ഒരുപാട് കടമകൾ ആ വിഷയത്തിൽ നിർവഹിക്കാനുണ്ട്. ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഉമ്മാനെ കൊടുക്കുക തന്നെയാണ്. നല്ലൊരു മാതാവിനെയാണ് ആദ്യമായി കൊടുക്കേണ്ടത്. റസൂൽ പറഞ്ഞ ഹദീസില് മതബോധമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് എൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള ഉമ്മയെയാണ് ഞാൻ കണ്ടെത്തുന്നത്. എൻ്റെ കണ്ണിന്റെ കുളിർമക്കോ എൻ്റെ മറ്റുള്ള ആവശ്യങ്ങൾക്കോ വേണ്ടി മാത്രമല്ല. ഒരു പുതിയ തലമുറയെ ഇവിടെ സൃഷ്ടിക്കാൻ പോവുകയാണ്. എന്റെ പിതാവിന്റെ മകനായി ഞാൻ ജനിക്കുന്നു. ഇനി എന്നിലൂടെ ഒരു വലിയ കുടുംബം രൂപപ്പെടണം, ഒരു വലിയ വടവൃക്ഷമായിട്ട് എൻ്റെ കുടുംബം രൂപപ്പെടണം. ആ കുടുംബത്തിലെ ഒരു തടിയാണ് ഞാൻ. ഇനി എന്നിലൂടെ ഒരുപാട് ശിഖരങ്ങൾ പൊട്ടിമുളച്ച് വലുതാവാനുണ്ട്. ആ
ശിഖരങ്ങളിലൂടെ ആ ഒരു വലിയ വടവൃക്ഷം നാടിന് സമാധാനവും നാട്ടുകാർക്ക് ആവേശവും നാട്ടുകാർക്ക് ആശ്വാസവും കുടുംബത്തിന് ആശ്വാസവുമായിട്ട് മാറണമെങ്കിൽ ഞാൻ അവിടെ തെരഞ്ഞെടുക്കേണ്ടത് എൻ്റെ മക്കളെ എവിടെ വളരണം, ആ തടി വെക്കേണ്ട സ്ഥലം ഏത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അവിടെ നമ്മുടെ ചെറുപ്പക്കാര് പരാജയത്തില്ല, ഞാൻ കുറ്റപ്പെടുത്തില്ല. കല്യാണത്തിന് ആലോചന വെക്കലും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തറിയോ, അത് പറ്റിയിട്ടില്ല എന്നറിയും. ആ സംഭവം എന്ന് വെച്ചാൽ പോയി കണ്ടിട്ടാണ് വരിക. പോകുമ്പോൾ അതിലെന്തൊക്കെയാണ് ചില പ്രശ്നങ്ങൾ ഒന്നും ഞാൻ പറയണില്ല. ഫളുഫർ വിദാത്തിദീൻ ആദ്യം നോക്കേണ്ടത്. സൗന്ദര്യം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. സമ്പത്തുണ്ടോ ഉണ്ടായിക്കോട്ടെ, തറവാടുണ്ടോ അതുണ്ടായിക്കോട്ടെ, നമ്മളതൊന്നും നോക്കണ്ട. ഫളുഫർ വിദാത്തിദീൻ, മതമുണ്ടോ, മതബോധമുള്ളവർക്ക് അള്ളാഹു എന്തു തന്നെ കൊടുത്താലും അത് പടച്ചോന്റെ ഔദാര്യമാണ്, അത് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ നോക്കേണ്ടത് ദീനിലേക്ക് മാത്രം നോക്കിയാൽ. എന്നാലോ നമ്മുടെ മക്കൾ നന്നായിട്ട് വളരും. അവർ ദീനീപരമായ അടുക്കും ചിട്ടയിൽ വളർന്നു വരും. ചിലപ്പോൾ ചെറിയ അപാകതകളൊക്കെ ഉണ്ടാകും, എങ്കിൽ പോലും അവർ തിരുത്താൻ തയ്യാറാകും. എന്തു പറ്റിയാലും ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് ഉമ്മാന്റെ തെറ്റ് പറ്റിട്ടോ ക്ഷമിക്കണം കേട്ടോ എന്ന് പറയാനുള്ള ഒരു മനസ്സവനുണ്ടാവും. ഇത് വെറുതല്ല, ചരിത്രത്തിൽ കാണാൻ കഴിയില്ലേ. പാൽക്കാരിയായ ഒരു പെണ്ണിനെ സംബന്ധിച്ച് നമുക്കറിയാലോ. പാൽക്കാരി പെണ്ണിന്റെ മകള് പറഞ്ഞില്ലേ, ആ പെണ്ണ് സഹോദരി പറഞ്ഞു, മോളെ പാലില് വെള്ളം ചേർക്കണം എന്ന് പറഞ്ഞപ്പോ, ഉമ്മ പാലില് വെള്ളം ചേർക്കാൻ പാടില്ല, ഉമർ പറഞ്ഞിട്ടുണ്ട്. മോളെ ഉമർ കാണുന്നില്ല, ഉമ്മ ഉമർ കാണുന്നില്ല, അള്ള കാണുന്നില്ലേ? ആ ഒരു മകളെയാണ് റസൂൽ പിന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മകനായ ആസിം റളിയല്ലാഹു അൻഹുവിന് ഇണയായി കൊണ്ട് തെരഞ്ഞെടുത്തത്. ഒരു ഭരണാധികാരി ഒരു പാലിക്കാരി പെണ്ണിന്റെ മകളെ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ദീനു ഫളുഫർ ബിദാത്തിദ്ദീൻ, ദീനുണ്ട്. ആ ദമ്പതികൾക്ക് ജനിച്ച ഒരു കുഞ്ഞാണ് ലൈല. ആ ലൈലയിൽ പിറന്ന കുഞ്ഞാണ് രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. നോക്കണം, വിത്ത് നന്നായാൽ ചെടി നന്നാകും. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലൂടെ കടന്നു പോകുകയാണെങ്കിൽ എത്ര അത്ഭുതങ്ങൾ കാണാൻ കഴിയുമെന്നറിയോ? ഒരു സംഭവം അറിയാം. ഒരിക്കൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ആപ്പിൾ വിതരണം ചെയ്യണം. ഈ ആപ്പിൾ വിതരണം ചെയ്യുന്ന സമയത്ത് സ്വന്തം മകനോ മകളോ ആ ആപ്പിൾ എടുത്ത് കഴിച്ചപ്പോ ഉടൻ തന്നെ ആ മകളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി, കുട്ടിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയപ്പോ കുട്ടി ഓടി ഉമ്മാന്റെ ഫാത്തിമ എന്റെ അടുത്തേക്ക് ഓടി. എന്നിട്ട് പറഞ്ഞു, വാപ്പ എൻ്റെ അടുത്ത് നിന്ന് ആപ്പിൾ വാങ്ങി. ഫാത്തിമ വേഗം കടയിൽ ചെന്നിട്ട് ഒരു ആപ്പിൾ വാങ്ങിയിട്ട് മക്കനെ കയ്യിൽ കൊടുത്തു. അവൻ വീണ്ടും ആപ്പിൾ കടിച്ചിട്ട് ഇങ്ങനെ ഖലീഫന്റെ അടുത്ത് ചെന്നപ്പോ ഖലീഫ ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഫാത്തിമ പറഞ്ഞു, വേണ്ട ദേഷ്യപ്പെടണ്ട, അത് ഞാൻ വാങ്ങിക്കൊടുത്ത ആപ്പിളാണ്. അപ്പോഴാണ് ഉമർ ഖത്താബ് ഉമർ അബ്ദുൽ അസീസ് പറഞ്ഞത്, മോളെ ഫാത്തിമ എന്റെ മകന്റെ കയ്യിൽ നിന്ന് ആപ്പിൾ പിടിച്ചു വാങ്ങിയപ്പോ എന്റെ കരള് പിടിച്ചു വലിക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ നമ്മുടെ മകൻ കഴിക്കേണ്ട ആപ്പിളല്ലാതെ, അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു വാങ്ങിയത്. അത്രമാത്രം കുട്ടികളുടെ വിഷയത്തിൽ ശ്രദ്ധ അവർക്കുണ്ടായിരുന്നു എന്നതാണ്. അങ്ങനെ ശ്രദ്ധ കൊടുക്കാനുള്ള കാരണം എന്താ? ദീനുണ്ടായതുകൊണ്ടാണ്. മക്കള് രാവിലെ സുബൈക്ക് നീക്കണില്ലെങ്കിൽ പോയിട്ട് വിളിച്ചുണർത്തും, മോനെ പള്ളിക്ക് പോണം, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറഞ്ഞ് കേൾക്കണില്ലേ, മോനെ ഇജ്ജ് പോണം, ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞ മകനെ പറഞ്ഞേക്കും. മകള് അനിസ്ലാമികമായ വേഷം തെരഞ്ഞെടുക്കുമ്പോ പറഞ്ഞു കൊടുക്കും. ചില മക്കൾക്ക് കേൾക്കാനൊക്കെ പ്രയാസം, എന്നാലും പറഞ്ഞു കൊടുക്കും. പുറത്തിറങ്ങുമ്പോഴും പറയും, മോളെ കെട്ടിച്ചാലും പറഞ്ഞു കൊടുക്കും, മോളെ അരുത്, അനിസ്ലാമികമായ വേഷം അരുത്. കാരണം എന്താ? അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലികും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മോളെ ഞാൻ ഉപദേശിക്കുന്നത്. മകള് കേട്ടാലും മകൻ കേട്ടാലില്ലെങ്കിലും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഒരു സമയത്ത് അവരെ മനസ്സിൽ ഇത് ക്ലിക്ക് ചെയ്യും, ഒരു സംശയമില്ല. ഒരുപാട് തവണ പറയുമ്പോൾ മനസ്സിൽ ക്ലിക്ക് ചെയ്യും. ആ വാക്ക്, അതാ ഒറ്റ വാക്ക് മതി അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ. ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറഞ്ഞില്ലേ, യാ ബുനയ്യ അഖിമിസ് സ്വലാ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹാ അനിൽ മുൻകർ, മോനെ നീ നന്മ കൽപ്പിക്കണം, നീ തിന്മ വിരോധിക്കണം. അല്ലേ? നമസ്കാരം നിലനിർത്തണം, നിസ്കരിക്കണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. നീ ഒരിക്കലും തന്നെ ആളുകൾക്ക് നീ കവിൾ കൊട്ടാൻ പാടില്ല. സുഹൃത്ത് ലുഖ്മാനെ വായിച്ചാൽ അറിയാൻ പറ്റും. ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ഈ ഉപദേശങ്ങൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ആ കുട്ടികൾ ദീനിന്റെ ചിട്ടയനുസരിച്ച് കൊണ്ട് വളരുക മാത്രമല്ല, നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാവും. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ മുറിയാതെ ഉണ്ടാകും. അതിൽ ഒന്നെന്താണ്? വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു,
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, പടച്ചോനെ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും പുറത്തു കൊടുക്കണേ എന്ന് ദിനേന പ്രാർത്ഥിക്കും. കാരണം എന്താ അറിയോ, അവനാക്കി മാറ്റിയത്, അവളാക്കി മാറ്റിയത്, അതിനുവേണ്ടി പ്രവർത്തിച്ചത് ആ മാതാവും ആ പിതാവുമാണ്. സ്വർഗത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ദർജ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവേ എന്താ ദർജ വർദ്ധിക്കാനുള്ള കാരണം? അപ്പൊ അല്ലാഹു പറഞ്ഞു, നിന്റെ പിന്നെ മകന്റെ ഇസ്തിഗ്ഫാറാകുന്നു, നിന്റെ മകന്റെ പാപമോചനത്തിന്റെ പ്രാർത്ഥനയാകുന്നു. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നീ ഇങ്ങനെ ദർജകൾ നിനക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു ആ മനുഷ്യനോട് പറയുന്നു. നമ്മുടെ മക്കളെ ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ. റബ്ബനാ ഹബ്, ഒരിക്കലും അവർക്കെതിരെ പ്രാർത്ഥിക്കരുത്. എത്ര തന്നെ നമ്മുടെ മക്കൾ ഗുരുത്തക്കേട് കാണിച്ചാലും പടച്ചോനെ നല്ലത് തോന്നിപ്പിക്കണ റബ്ബേ, നല്ല വഴിയിൽ നടത്തണമേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. വിശ്വാസികളുടെ പ്രാർത്ഥന, പടച്ചോനെ ഞങ്ങളെ മക്കളിൽ കൺകുളിർമ, ഇണകളിലും സന്താനങ്ങളിലും കൺകുളിർമ നൽകണേ റബ്ബേ. ഞങ്ങൾ മുത്തഖീങ്ങളെ ആളുകൾക്ക് ഇമാമാക്കി മാറ്റണേ റഹ്മാനെ. നിരന്തരം പ്രാർത്ഥിക്കുക നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. അല്ലാഹു ഖബൂലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മക്കളെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പിന്നെ അതുപോലെ തന്നെ ഭാര്യയും ഭർത്താക്കന്മാരുടെ ബന്ധം, ഇതും കൂടി പിന്നെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ. ഭാര്യ ഭർത്ത ബന്ധം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷയം സംസാരിക്കേണ്ട കാര്യമാണ്, ചുരുക്കിയിട്ട് മാത്രം പറയാം. അതായത് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയോട് ഒരുപാട് കടപ്പാടുകളുണ്ട്. അവളുടെ ആവശ്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് ദൂരീകരിക്കാൻ ഒരു ഭർത്താവിന് കഴിയണം. അവളുടെ സ്വഭാവം എന്ത് എന്ന് കൃത്യമായി ഭർത്താവ് മനസ്സിലാക്കണം. ചില ഘട്ടങ്ങളിൽ അവൾ ദേഷ്യപ്പെടുന്ന ചില ഘട്ടങ്ങളിൽ, ചില സമയങ്ങളുണ്ട്, ചില മാസങ്ങളിലൊക്കെ. ആ സമയത്ത് കൃത്യമായ ക്ഷമയും സഹനവും കൈക്കൊള്ളാൻ ഒരു ഭർത്താവിന് കഴിയണം. ഖുർആൻ പറഞ്ഞില്ലേ, വഅശിറുഹുന്ന ബിൽ മഅറൂഫ്, അവരോട് സദാചാരപ്രകാരം നിങ്ങൾ വർത്തിക്കണം. അവർ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് ഒരുപാട് നിലക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയണം. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഹിം, നിങ്ങൾ ഉത്തമന്മാരാണ് നിങ്ങളെ ഭാര്യമാരോട്, ഇണകളോട് മാന്യമായി പെരുമാറുന്നവരാകുന്നതാണ്. അവരോട് മാന്യമായിട്ട് പെരുമാറാൻ പാടുള്ളൂ. അവരെ നമ്മളെ വസ്ത്രമായിട്ട് നമ്മൾ കരുതണം. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഓഫീസിലാണെങ്കിലോ ജോലി സ്ഥലത്താണെങ്കിലോ തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ച് തരുന്നവരാണ് എൻ്റെ ഇണ. ആ ഇണയെ ഞാൻ ബഹുമാനിക്കണം, ആദരിക്കണം. ആ ആദരവ് ബഹുമാനം മറ്റുള്ള ആളുകൾ ആദരിക്കുന്ന പോലെയല്ല. ഒരു പരിഗണനയും ഒരു സ്നേഹം അവൾക്ക് കൊടുക്കണം. അവൾക്ക് ഭർത്താവ് മാത്രമേ ഉള്ളൂ അവിടെ. ഏത് കാര്യങ്ങൾ തുറന്നു പറയാൻ അവൾക്ക് ആ വീട്ടിൽ ഭർത്താവാണുള്ളത്. ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്, എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവളെ. ആര്? ഇവളുടെ പിതാവ്. 10, 18, 19, 20 വയസ്സ് വരെ പൊന്നുപോലെ പോറ്റി വളർത്തിയിട്ട് അവസാനം ഒരുത്തന്റെ കരങ്ങളിലേക്ക് അദ്ദേഹം ഏൽപ്പിക്കുന്നു. ചില നിക്കാഹിന്റെ ഖുതുബ വേളകളിലൊക്കെ നമ്മൾ കാണുന്നത് പൊട്ടിക്കരച്ചിലുകളാണ്, അല്ലെ? എന്താ കാരണം എന്നറിയോ? ഈ പിതാവ് കൈ കൊടുത്ത് നിക്കാഹ് കഴിഞ്ഞിട്ട് അവസാനം മരുമകനെ കെട്ടിപ്പിടിക്കുമ്പോ അതിലൂടെ പറയാതെ പറയുന്ന ചില വാക്കുകളുണ്ട്. മകനെ, ഞാൻ 10-18 കൊല്ലം എന്റെ കരളിന്റെ കഷ്ണത്തെ ഞാൻ വളരെ കാര്യമായിട്ട് അവളെ പോറ്റി വളർത്തിയിട്ടുണ്ട്. ഇനി നിന്നെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. ആ കൈ കൊടുക്കുന്നതിലൂടെ ആ വിറക്കുന്ന കരങ്ങളിൽ നിന്ന് ഈ കരുത്തിറ്റ കരങ്ങളിലേക്ക് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കപ്പെടുകയാണ്. അതാണ് മീസാഖ് ഗലീള എന്ന് ഖുർആൻ പറഞ്ഞത്. വളരെ ബലവത്തായ കരാറാണ് എന്ന് പറഞ്ഞു. ആ കരാർ ഏറ്റെടുക്കുന്ന ഒരു ഭർത്താവ്, ഒരു ചെറുപ്പക്കാരൻ, അവളോട് മാന്യമല്ലാത്ത മറ്റൊരു ഭാഷയിൽ സംസാരിക്കാൻ പാടില്ല. വൃത്തികേട് അവളെ വിളിക്കാൻ പാടില്ല. അവളെ ഉപദ്രവിക്കാൻ പാടില്ല. അവന്റെ വീട്ടിൽ അവൾക്ക് സമാധാനമായിരിക്കണം ഉണ്ടാവേണ്ടത്. ചില വീടുകളൊക്കെ നരകതുല്യമായ വീടുകളായി മാറിക്കൊണ്ടിരിക്കാൻ, ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ബുദ്ധിമുട്ടുന്ന എത്ര സഹോദരന്മാരുണ്ടെന്നറിയോ? എന്താ അവര് പോകാത്തത്? എന്താ തലാക്ക് വേണമെന്ന് പറയാത്തത്? മടങ്ങിച്ചെല്ലാൻ ഇടങ്ങളില്ല. സ്വന്തം പിതാവും മാതാവും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവർ വിളിച്ചു പറയും, മോളെ ഇങ്ങോട്ട് വാ, ഞങ്ങൾ മരിക്കുന്നത് വരെ നിനക്ക് അവിടെ താമസിക്കാന്ന് പറയും. അപ്പോഴും പറയും, സാരല്ല വാപ്പാ. പിന്നെ ആങ്ങളാരുള്ളത്, ആങ്ങളാരും നോക്കൂല എന്നല്ല, പക്ഷെ അവിടെയും സ്ത്രീകളാണ്, മനുഷ്യന്മാരാണ്. അതുകൊണ്ട് സഹിക്കുകയാണ്, ക്ഷമിച്ചു കഴിഞ്ഞുകൂടുന്ന എത്ര സഹോദരിമാരുണ്ടെന്നറിയോ?
ഇവിടെ കൂടിയ എന്നോട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ വീടുകൾ അത്തരത്തിൽ കേന്ദ്രങ്ങളാവരുത്. നമ്മുടെ സാന്നിധ്യമില്ലാത്ത സമയങ്ങളിൽ നമ്മുടെ ഭാര്യ നമ്മുടെ സാന്നിധ്യം കൊതിക്കുന്നവളാകണം. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവളാകണം അവള്. അവളുടെ ഓരോ വിഷമങ്ങളിലും കൃത്യമായി ഇടപെടുന്നവരാകണം. വൈകുന്നേര സമയത്ത് അടുക്കളയിൽ ചെന്ന് സഹായിക്കണമെങ്കിൽ അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രൂപത്തിലാണ് മാതൃക കാണിച്ചു തന്നത്. സ്വന്തം ഭാര്യയെ അടുക്കളയിൽ വന്ന് റസൂലുള്ളാഹി സഹായിച്ചിരുന്നു. എന്നിട്ട് സംസ്കാര സമയമാകുമ്പോൾ വീട്ടിൽ പള്ളിയിലേക്ക് പോകുമായിരുന്നു. ഭാര്യമാരെ റസൂലുള്ളാഹി ഒരിക്കലും അനാവശ്യമായിട്ട് വർത്തമാനം പറഞ്ഞിട്ടില്ല, അവരെ വേദനിപ്പിച്ചിട്ടില്ല. നമ്മുടെ സംരക്ഷണത്തിലുള്ള ആ ഒരു സഹോദരിയോട് നമ്മൾ കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണം. അവൾ ചെയ്യുന്ന സേവനം എത്രയാണെന്നറിയോ? ആ സേവനത്തിന് വില അറിയണമെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കൂലിക്കാര്യത്തിൽ നിർത്തി വെക്കണം, അപ്പോഴേ അറിയുള്ളൂ. എന്നാലും മതിയാവൂല മക്കളെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെറിയൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യലും, വൈകുന്നേരം ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യലും എല്ലാം കൂടി ആകുമ്പോഴേക്ക് വൈകുന്നേരത്ത് ക്ഷീണിച്ചവശയായിട്ടുണ്ടാകും. ആ സമയത്ത് ക്ഷീണം മാറുന്നത് നമ്മൾ മുഖത്ത് നോക്കുമ്പോൾ അവളൊന്ന് പുഞ്ചിരിക്കുകയും നമ്മളെ മുഖത്ത് പുഞ്ചിരിക്കുകയും, സാരമില്ല മോളെ, ഒരു തലോടരും, അതോടെ കഴിഞ്ഞു അവളുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞു. ഭാര്യമാര് ഈ ലോകത്തൊന്ന് വിട പറയുമ്പോഴാണ് ഭാര്യന്റെ വില അറിയുന്നത്. പലരും പറയലുണ്ട്, ചൂടാകാനെങ്കിലും ഒരു ഭാര്യ ഉണ്ടെങ്കിൽ എന്ന്. എന്താ ചൂടാകാന്നാൽ നമ്മളെ സ്വഭാവം അവൾക്കറിയാം. ചിലപ്പോൾ നമുക്ക് ദേഷ്യപ്പെടണം. ആരോട് ദേഷ്യപ്പെടും? നമുക്ക് ദേഷ്യപ്പെടാനുള്ളത് നമ്മളെ ഭാര്യയോട് തന്നെയാണ്. അവൾക്ക് ദേഷ്യപ്പെടാനോ? അവൾക്ക് നമ്മളുമാണ്. നിന്നു കൊടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ടോ വൈകുന്നേരത്ത് ഞാൻ ദേഷ്യപ്പെട്ട് ക്ഷമിക്കണം കേട്ടോ, സാരല്ല മോളെ, ഞാൻ അന്ന് ദേഷ്യപ്പെട്ടിരിക്കണം, അതും സാരല്ല, കഴിഞ്ഞില്ല അവിടെ. ഇത് രണ്ടുമില്ലെങ്കിലോ? ഒരു ഭാര്യ മരിച്ച ഒരു മനുഷ്യൻ ആരോട് ചൂടാൻ പറ്റും? മൂത്തച്ചോട് ചൂടാൻ പറ്റുമോ? ഇളച്ചോട് ചെയ്യാൻ പറ്റുമോ? മരുമക്കളോട് പറ്റുമോ? മരുമക്കളോട് ചൂടായി കഴിഞ്ഞാൽ പിറ്റേച്ച പറയും, മൂപ്പരേ എന്നാണ്ട് വേറെ വർത്താനാണ് പറയും. അതോടെ നിന്ന് ഒതുങ്ങി. പക്ഷേ അവൾ ഉണ്ടാകുമ്പോഴോ നമ്മൾക്ക് ഫ്രീഡമാണ്. അതുകൊണ്ട് അവൾ ഉള്ള സമയത്ത് അവൾ ഇല്ലാത്തതിന്റെ വില നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അവൾക്ക് കൊടുക്കേണ്ട പരിഗണനയും സ്നേഹവും ഒരു ഭർത്താവ് കൃത്യമായി കൊടുത്തിരിക്കണം. അവനാണ് ഉത്തമൻ, അവനാണ് പ്രവാചകന്റെ ചര്യ അനുധാവനം ചെയ്യുന്നവൻ, അവനാണ് ലോകർക്ക് മാതൃകയായിട്ടുള്ളവൻ, അവനാണ് ഖുർആന്റെ വക്താവ്. അവൻ നമസ്കരിക്കുമ്പോഴാണ് യഥാർത്ഥ നമസ്കാരക്കാരായിട്ട് മാറുന്നത്. മറ്റത് ഉള്ളിലൊന്നും പുറത്തൊന്നും ആയിട്ടുള്ള കാട്ടിക്കൂട്ടുന്ന കാപട്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോട് ഒരുപാട് മര്യാദകളുണ്ട്. അവളുടെ സ്വർഗമാണ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ. ആ ഭർത്താവ് വൈകുന്നേരം വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ കഴിയണം. ഇനി അഥവാ ഒരിക്കൽ സന്തോഷമല്ലെങ്കിലും ഭർത്താവ് മനസ്സിലാക്കണം, ഇന്ന് സന്തോഷമില്ലാതിരിക്കാൻ കാരണം ഇന്നതായിരിക്കാം, സാരല്ല, അത്രേ ഉള്ളൂ, പ്രശ്നം തീർന്നു അവിടെ. അതുപോലെ തന്നെ ആ ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ, ആവശ്യങ്ങളെ കൃത്യമായി നിർവഹിച്ചു കൊടുക്കാൻ ഭർത്താവിന് അവകാശപ്പെട്ടത് വേറെ ഒരാൾക്കും അവകാശപ്പെടുന്നതല്ല. ഭർത്താവിനോട് സംസാരിക്കുന്ന രൂപത്തിൽ ഒരാളോടും സംസാരിക്കാൻ പാടില്ല. അത് ഭർത്താവിന് അവകാശപ്പെട്ട കാര്യമാണ്. ഭർത്താവ് അതുപോലെ തന്നെ ഭർത്താവിന്റെ അഭാവത്തിൽ എല്ലാ കാലം സൂക്ഷിക്കണം. അതേപോലെ തന്നെ ഭർത്താവിനെ തൃപ്തി കരസ്ഥമാക്കാൻ ഒരു ഭാര്യക്ക് സാധിച്ചുവെങ്കിൽ അവൾ സ്വർഗാവകാശിയാണ്. റസൂൽ പറഞ്ഞില്ലേ, അയ്യുമാ ഇംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന. ഒരു പെണ്ണ് മരണപ്പെടുന്ന സമയത്ത് ആ പെണ്ണിനെ സംബന്ധിച്ച് ഭർത്താവ് തൃപ്തനാണെങ്കിൽ ദഖലത്തിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹബീബായ റബിയോട് ഖദീജ ബീവിയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? ഖദീജ ബീവി റസൂലുള്ളാഹിനോട് അതിരറ്റ സ്നേഹമാണ് കാണിച്ചത്. തന്നേക്കാൾ വയസ്സ് കുറഞ്ഞ ഭർത്താവാണെങ്കിൽ പോലും ആ ഭർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കാൻ ഒരുപാട് നിലക്കുള്ള പ്രയത്നം അവർ ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഭർത്താവ് റസൂലുള്ളാഹി ഹിറാ ഗുഹയിൽ വെച്ച് മലക്കനെ കണ്ട് പേടിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഖദീജ ബീവിന്റെ പെരുമാറ്റം ഞാൻ പറയേണ്ടതില്ലല്ലോ. ആ ഖദീജ ബീവി റസൂൽ മറക്കാൻ റസൂൽ സാധിച്ചിട്ടില്ല. ഖദീജ ബീവി മരിച്ച അന്ന് രാത്രി മുഴുവനും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്.
ഖദീജ ബി മരിച്ച വർഷത്തെ ആമുൽ ഹുസ്ൻ എന്ന പേരിട്ട് ദുഃഖവർഷം എന്ന് റസൂലുള്ള പേരിട്ടു. മക്കം ഫത്ഹിന്റെ അന്ന് റസൂലുള്ള മക്കയിലേക്ക് വരുമ്പോ റസൂലുള്ള തമ്പടിക്കുന്നത് ഖദീജ ബിയുടെ ഖബറിന്റെ സമീപത്താണ്. എന്തുകൊണ്ടാണ്? അത്രയും അധികം പ്രിയപ്പെട്ടവരാണ് ഖദീജ ബീബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അത്ര സ്നേഹമാണ് റസൂലുള്ളാഹിയെ ഖദീജ ബീബി സ്നേഹിച്ചത്. അതുപോലെ നമ്മുടെ ഭർത്താവിനെയും നമ്മൾക്ക് സ്നേഹിക്കാൻ കഴിയണം. ആ ഭർത്താവിന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. ഭർത്താവിനെ കടക്കടിയിലാക്കുന്ന സ്വഭാവം ഒരു ഭാര്യയ്ക്കുണ്ടാകാൻ പാടില്ല. ഗൾഫിലുള്ള ഭർത്താവാണെങ്കിൽ അവർ അയച്ചു തരുന്ന സമ്പത്തിൽ നിന്ന് ആവശ്യത്തിന് ചെലവഴിച്ച് ബാക്കി സ്വരൂപിച്ചു വെക്കണം. എന്നിട്ട് വരുന്ന സമയത്ത് കൊടുക്കാതെ അക്കൗണ്ടിൽ നിങ്ങൾ എത്ര പൈസ കിട്ടോ, ഇത് ഇവിടുന്ന് കിട്ടി, ഞാൻ കുറച്ച് ചെലവഴിച്ചിട്ട് ബാക്കിയുള്ളത് തന്നാണ്. എന്തൊരു സന്തോഷം ഉണ്ടാവും. ഈ ലോകത്തിൽ മാത്രമല്ല പരലോകത്തിന്റെ വിഷയത്തിലും വേണം. പരലോകത്തിന്റെ വിഷയത്തിൽ, അതായത് ഇപ്പോ ഒരു ഭർത്താവ് നമസ്കരിക്കാൻ ഒരു മടിയായിട്ട് സുബൈക്ക് കടക്കുകയാണെങ്കിൽ എഴുന്നേൽപ്പിക്കണം. എന്നിട്ട് പോകണം, പള്ളിക്കേൽക്കുന്നുണ്ട്, എഴുന്നേൽപ്പിക്കുക. പറ്റുമെങ്കിൽ ചോറച്ച് മുഖത്തൊക്കെ വെള്ളം നിൽക്കുന്ന ആദ്യത്തിൽ കാണാൻ കഴിയുന്നത്. എന്നിട്ട് എഴുന്നേൽപ്പിച്ച് പള്ളിക്കൽക്ക് പറഞ്ഞേക്കണം. ദീനിപരമായ വിഷയത്തിൽ പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചുരുക്കി ഞാൻ പറയാണ്. ഇതിലൊക്കെ ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടചേർന്നുകൊണ്ട് സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ഈ ദുനിയാവിനേക്കാൾ സുഖം, അതായത് ദുനിയാവിൽ നമുക്കുള്ള സുഖം അത് മാത്രമായിരിക്കും. പിന്നെ പരലോകത്തെ കാര്യം പറയേണ്ട ആവശ്യമില്ല. പരലോകത്തതിൻ്റെ ഫലം നമുക്ക് അല്ലാഹു ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ബന്ധങ്ങളുടെ പവിത്രത അത് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട്, അത് പരമാവധി നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ട്, എവിടെയും വിള്ളൽ സംഭവിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട്, അത് നമ്മുടെ കുടുംബത്തിൻ്റെ ആയിരുന്നാലും പൊതുവായിരുന്നാലും ഭാര്യ ഭർത്താക്കന്മാരെ മാതാപിതാക്കളെ മക്കള് ഒക്കെ ആയിരുന്നാലും അതിനിടയിലൊക്കെ വിള്ളൽ വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ യഥാർത്ഥ വിശ്വാസിയായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാഫാക്കി തന്നെ റഹ്മാനെ. അല്ലാഹുവേ, പരസ്പരം സ്നേഹിച്ച് ജീവിക്കാനുള്ള വിശാലമായ മനസ്സ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അല്ലാഹുവേ, ലോകത്ത് ബുദ്ധിമുട്ടുന്ന സഹോദരന്മാർക്ക് സമാധാനം കൊടുക്കണം റബ്ബേ. പ്രത്യേകിച്ച് പ്രവാസി ലോകത്ത് കഴിഞ്ഞുകൂടുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്ക് നീ സമാധാനം പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അല്ലാഹുവേ, അസുഖമായി കിടക്കുന്ന ആളുകൾ അസുഖത്തിന് ഭേദമാക്കണം റബ്ബേ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യമാര്, മക്കള്, കുട്ടികൾ, അവർക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണേ നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.